സഹകരണ ബാങ്കുകളിലെയും സംഘങ്ങളിലെയും ക്രമക്കേടുകൾ തടഞ്ഞ് പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നടപടികളുമായി സംസ്ഥാന സർക്കാർ. ഇതിനായുള്ള പുതിയ ക്ലാസിഫിക്കേഷൻ ഡിസംബറോടെ നിലവിൽ വരും. പ്രവർത്തനത്തിന്റെയും പരിശോധനയുടെയും അടിസ്ഥാനത്തിലാകും പുതിയ ക്ലാസിഫിക്കേഷൻ നിശ്ചയിക്കുക. നിലവിൽ സഹകരണ ബാങ്കുകളും സംഘങ്ങളും ക്ലാസുകളായി തിരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പ്രവർത്തനത്തിന്റെയും പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ ഇത് പുതുക്കി നിശ്ചയിക്കാനാണ് സർക്കാർ നടപടികൾ ആരംഭിച്ചത്. പുതിയ ക്ലാസിഫിക്കേഷൻ ഡിസംബറോടെ നിലവിൽ വരും. ക്രമക്കേടുകൾ തടഞ്ഞ് പ്രവർത്തനം മെച്ചപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിലുള്ള ക്ലാസിഫിക്കേഷൻ രീതി പരിഷ്കരിക്കുമെന്ന് നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. പ്രവർത്തന മൂലധനം, നിക്ഷേപം, വായ്പ തുടങ്ങിയ 9 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ നടപ്പിലാക്കുക. സഹകരണ ബാങ്കുകളിലും സംഘങ്ങളിലും പ്രതിവർഷം ഓഡിറ്റിംഗ് നിർബന്ധമാക്കും. 3 വർഷത്തെ കണക്കിൽ കിട്ടാക്കടം 15% അധികമാകരുത്. അംഗങ്ങൾക്ക് ലാഭവിഹിതം നൽകണം. സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് 1 മുതൽ 7 വരെ എന്നിങ്ങനെയാണ് തരംതിരിക്കുക. സൂപ്പർ ഗ്രേഡിൽ നിലവിൽ മൂലധനം 80 കോടിക്ക് മുകളിൽ നിന്ന് 160 കോടിക്ക് മുകളിലാക്കും. 125 കോടി നിക്ഷേപവും 100 കോടിക്ക് മുകളിൽ വായ്പയും വേണം. സ്പെഷ്യൽ ഗ്രേഡിൽ മൂലധനം 30 കോടിയിൽ നിന്ന് 75 കോടിക്ക് മുകളിലാകും. നിക്ഷേപം 25 കോടിയിൽ നിന്ന് 65 കോടിയാകും. വായ്പ 22 കോടിയിൽ നിന്ന് 52 കോടിയായും ഉയർത്തും. ഗ്രേഡ് ക്ലാസ് 1-ൽ 20 മുതൽ 30 വരെയുള്ള മൂലധനം 40 കോടിയും 18 മുതൽ 25 കോടി വരെയുള്ള നിക്ഷേപം 36 കോടിയായും ഉയരും. 16 കോടിയായിരുന്ന വായ്പ 30 കോടിയായും ഉയർത്തും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.